നമസ്കാരം. തൊഴിൽ സാമൂഹിക വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ സമ്മേളനത്തിൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു. കൊല്ലത്തെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിന് പോയി പരിപാടി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഫോണിലൂടെ ദൃശ്യങ്ങൾ പകർത്തുകയാണ്. ഒരാൾ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ അതെങ്ങനെയൊക്കെയാണ് പകർത്തുന്നത് എന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഈ പകർത്തുന്ന ആളുടെ തൊട്ടു പിറകിലിരുന്ന വ്യക്തി ഒരു കാര്യം തിരിച്ചറിയുന്നു. ഇയാൾ ദൃശ്യങ്ങൾ പകർത്തുന്നത് മുഖത്തിൻ്റെ അല്ല, ബിന്ദു കൃഷ്ണയുടെ ശരീരത്തിൻ്റെയാണ്. പ്രത്യേകിച്ച് ശരീരത്തിലെ ചില ഭാഗങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നു. ഇതിൽ പന്തികേട് തോന്നിയ വ്യക്തി അയാളോട് തട്ടിക്കയറി അയാളെ മാറ്റി നിർത്തി ഇറക്കി വിട്ടു. എന്നാൽ പിന്നീട് അയാൾ ഈ ദൃശ്യങ്ങൾ ഒരു ഓൺലൈൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു. ഒരു സ്കൂളിൽ പോയപ്പോൾ ഞാനൊന്നും അറിയുന്നില്ല, അവിടെ ഇരിക്കുന്ന ആളിനൊന്നും പറയുന്നില്ല. ഒരാൾ ഫോട്ടോ എടുക്കുക, അപ്പോൾ തൊട്ട് ബാക്കിയിരിക്കുന്ന ആൾ കാണുന്നത് എൻ്റെ മുഖം സൂം ചെയ്യുന്നില്ല, ബോഡിയാണ് സൂം ചെയ്യുന്നത്. അപ്പം തന്നെ പിന്നെ അടുത്ത് നിന്ന് ആള് പറഞ്ഞ് അതങ്ങ് മാറ്റി. പക്ഷെ എങ്കിലും സൂം ചെയ്ത് പ്രശ്നമാക്കണമെന്ന് ആ കണ്ട ആൾ വിചാരിച്ചെങ്കിലും പിന്നെ കുഴപ്പമില്ലെന്ന് വെച്ചാൽ കണ്ട് പറഞ്ഞത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ആൾ പോസ്റ്റ് ചെയ്തതിനകത്ത് ഈ ബോഡി പാർട്ടുണ്ട്. ഏതൊരു മനുഷ്യൻ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ മുഖമില്ലാതെ ബോഡി അപ്പം അങ്ങനെ പിന്നെ അത് വലിയ വിഷയമാക്കി അയാൾ ഡിലീറ്റ് ചെയ്തെങ്കിലും ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ബന്ധപ്പെട്ട മാനേജ്മെന്റിനെയൊക്കെ അറിയിച്ചു. അപ്പം ഞാനോട് ചോദിക്കും, ഒരു മിനിസ്റ്ററായ സംസ്ഥാനത്തെ ഒരു മന്ത്രിയായ എൻ്റെ ബോഡി അങ്ങനെ ഫോട്ടോ എടുക്കാൻ പബ്ലിക് ഉള്ളവർ പഠിക്കുന്ന സ്കൂളിലെ കുഞ്ഞുങ്ങളോട് എങ്ങനെയായിരിക്കും? നമ്മുടെ നാട്ടിലെ ഒരു വനിതാ മന്ത്രിയുടെ അവസ്ഥയാണിത്. വനിതാ മന്ത്രി ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മന്ത്രിയുടെ ശരീരത്തിൻ്റെ ഒടിവുകളും വടിവുകളുമൊക്കെ ഒരാൾ പകർത്തിയെടുത്ത് അത് സോഷ്യൽ മീഡിയയിലൂടെ അപ്ലോഡ് ചെയ്യുന്നു. അതീവ ഗുരുതരമായ വിഷയമാണ്. മന്ത്രി പറഞ്ഞതുപോലെ തന്നെ നിയമനിർമ്മാണം നടത്തുകയോ ഉള്ള നിയമങ്ങൾ പ്രയോഗിക്കുകയോ വേണം. ഓൺലൈൻ മാധ്യമങ്ങളെയും യൂട്യൂബുകളെയും നിയന്ത്രിക്കാൻ വേണ്ടി പ്രത്യേക നിയമനിർമ്മാണം നടത്തണം എന്നൊക്കെ മന്ത്രി പറയുമ്പോഴും അതിൽ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും നിലവിലുള്ള പല നിയമങ്ങളും ഈ പഴുത് അടയ്ക്കാൻ ഉതകുന്നതാണ് എന്ന് തിരിച്ചറിയുകയും അതിനുവേണ്ടി ഓപ്പറേഷൻ തൂഫാന് വേണ്ടി പ്രത്യേക സമിതി ഉണ്ടാക്കിയതുപോലെ ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കുകയും വേണം. സോഷ്യൽ മീഡിയയുടെ കാലമാണിത്. ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാവുന്ന അവസ്ഥയുണ്ട്. ഒരു മൊബൈൽ ഫോൺ ഒരു കമ്പിൽ കെട്ടിവെച്ചാൽ ആർക്കും മാധ്യമപ്രവർത്തകനാവാം. ആർക്കും ഏത് പത്രസമ്മേളനത്തിലും കടന്നു കയറാം. ഏതെങ്കിലും ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ ഓൺലൈൻ പത്രത്തിൽ വാർത്ത എഴുതുക എന്നതൊക്കെ ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അതിന് പ്രത്യേക ലൈസൻസ് ഒന്നും ആവശ്യമില്ല, ഒരു രജിസ്ട്രേഷനും ആവശ്യമില്ല. ഇത് നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്ന തിന്മകൾ നിസ്സാരമില്ല. ഈ ഒരു കടന്നുകയറ്റം മൂലം പലപ്പോഴും മാന്യമായി ഇതിനെ കൈകാര്യം ചെയ്യുന്ന ഡിജിറ്റൽ മാധ്യമ സ്ഥാപനങ്ങൾ പോലും പ്രതിക്കൂട്ടിലാവുകയാണ്. കഴിഞ്ഞ ദിവസം ഓൺലൈൻ മാധ്യമങ്ങളുടെ ഔദ്യോഗിക കൂട്ടായ്മയായ കോം ഇന്ത്യ ഇതേക്കുറിച്ചൊരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. കോം ഇന്ത്യ ആവശ്യപ്പെട്ടത് ബ്ലാക്ക് മെയിലിംഗ് ഓൺലൈൻ ജേർണലിസത്തിന് അറുതി വരുത്താൻ ഓപ്പറേഷൻ തൂഫാൻ മോഡൽ ഇടപെടൽ ആവശ്യമാണെന്നാണ്. ഇത് വെറുതെ പറയുന്നതല്ല. നിരവധി മനുഷ്യരുടെ ജീവൻ ഇല്ലാതാക്കാൻ ഇത്തരം യൂട്യൂബർമാർക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന യൂട്യൂബർമാർ പോലും പലപ്പോഴും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു, ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നു. വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കി കഴിഞ്ഞാൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ വിളിച്ച് വിരട്ടി പണം സമ്പാദിക്കുന്നത് ഇവർ പതിവാക്കുന്നു. കഴിഞ്ഞ ദിവസം ലൈവായി ലഹരി ഉപയോഗിച്ചതിനെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്ന എൻ്റെ കാസറ്റ് എന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉടമ അബ്ദുൾ ഹക്കീം ആന്റണി പെപ്പ എന്ന സിനിമാ നടനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയ വാർത്ത നമുക്കൊക്കെ അറിയാം. ഇത്തരത്തിൽ അറിയാവുന്നതും അറിയാത്തതുമായി നിരവധി ബ്ലാക്ക് മെയിലർമാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് പലതരത്തിലാണ് ഈ ബ്ലാക്ക് മെയിലിംഗ് നടക്കുന്നത്. സ്തുതിച്ചെഴുതാം, പുകഴ്ത്തി എഴുതാം എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയക്കാരെയും മറ്റുള്ളവരെയും സ്വാധീനിച്ച് സമ്മർദ്ദം ചെലുത്തി പണം വാങ്ങുന്നവരുണ്ട്. ഒരു പരിധിവരെ അതും ബ്ലാക്ക് മെയിലിംഗ് ആണ്. തെരഞ്ഞെടുപ്പാകുമ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്ന നിലയിൽ ഇവർ വ്യാപകമായി പിരിവിനിറങ്ങുന്നു. പലരുടെയും പേഴ്സണൽ വിവരങ്ങൾ ശേഖരിച്ച് അത് ചോദിച്ചു കോടികൾ ചോദിച്ചു വാങ്ങുന്ന പക്ക ബ്ലാക്ക് മെയിലർമാരും ഇവിടെയുണ്ട്. ഇവരൊക്കെയാണ് യൂട്യൂബർമാർ എന്ന നിലയിൽ ഈ നാടിനെ വഷളാക്കുന്നത്. മര്യാദയ്ക്ക് മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ യൂട്യൂബിലൂടെ വാർത്ത അവതരിപ്പിച്ചാൽ, വീഡിയോകൾ ചെയ്താൽ, വാർത്തകൾ ചെയ്താൽ അത് ലാഭകരമായി കൊണ്ടുപോവാം. മറുനാടിന് ഏതാണ്ട് 60-ലധികം ജീവനക്കാരുണ്ട്. ഈ ജീവനക്കാർക്കൊക്കെ മറ്റ് പല മാധ്യമ സ്ഥാപനങ്ങളിലും കൊടുക്കുന്നതിനേക്കാൾ മാന്യമായ ശമ്പളം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നു.
ഞങ്ങളുടെ ഓൺലൈൻ പോർട്ടലിലും യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ കിട്ടുന്ന വരുമാനമാണ്. പരസ്യത്തിന് വേണ്ടി ഒരു വാർത്തയും ഞങ്ങൾ മുക്കാറുമില്ല. ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിൽ സത്യസന്ധമായ വാർത്തകൾ കൊടുത്താൽ വരുമാനത്തിന് മുട്ടുണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ എന്തിനാണ് ബ്ലാക്ക് മെയിലിംഗ് നടത്തുന്നത്? ആരെങ്കിലും വാർത്ത കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ പണം ചോദിച്ചാൽ അവർ പരാതിപ്പെടാൻ സാഹചര്യമൊരുക്കുകയും അങ്ങനെ പരാതിപ്പെട്ടാൽ അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം പോലീസ് ഏറ്റെടുക്കണം. ഓൺലൈൻ പോർട്ടലുകളും യൂട്യൂബ് മാത്രമല്ല, സ്വന്തമായി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പേജുകൾ പോലും പലരും ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ കാരണമാക്കി മാറ്റുന്നു. പലരും ഇതിൻ്റെ പേരിൽ ഇൻഫ്ലുവൻസർമാർ എന്ന നിലയിൽ പണം പിടുങ്ങുന്നു. ഇതിനൊക്കെ കണക്കുണ്ടാവണം, ഇതിനൊക്കെ ഉത്തരവാദിത്വം ഉണ്ടാവണം, ഇതിനൊക്കെ നിയന്ത്രിക്കാൻ നിയമം വേണം. സ്ത്രീകളെ അപമാനിക്കാതിരിക്കാനുള്ള മര്യാദ ഇവരിൽ പലർക്കുമില്ല. സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് തടയാൻ രാജ്യത്ത് നിയമങ്ങളേറെ ഉണ്ടെങ്കിലും സ്ത്രീകളുടെ ചിത്രങ്ങൾ കൊടുത്ത് വേശ്യകൾ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുന്ന നിരവധി പേരുണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതിയുടെ പുറത്ത് രാജൻ ജോസഫ് പിടികൂടപ്പെടുന്നത് അങ്ങനെയാണ്. രാജൻ ജോസഫ് ശ്രീനാദേവിയെ മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലെ അമ്മയെക്കുറിച്ച് പോലും അശ്ലീല കഥകളുണ്ടാക്കി. ഇത്തരത്തിൽ ആർക്കെതിരെയും അശ്ലീലം പറയാവുന്ന സാഹചര്യം തടയുക തന്നെ വേണം. ഏതെങ്കിലും ഒരു യൂട്യൂബർ നിയമവിരുദ്ധമായി ധനസമ്പാദനത്തിന് ശ്രമിച്ചാൽ, ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തി വാർത്ത കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ ഇടപെടൽ നടത്തിയാൽ അതിനിരയാകുന്നവരെ സംരക്ഷിക്കാനും ഇങ്ങനെ പണം ചോദിക്കുന്നവരെ പിടിക്കാനും നിലവിലുള്ള നിയമം കർശനമായി ഉപയോഗിക്കാം. എക്സ്റ്റോർഷൻ ഓഫ് മണി എന്ന BNS വകുപ്പും സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന വകുപ്പുമൊക്കെ ഇതിനുവേണ്ടി ഉപയോഗിക്കണം. ഒരു കാരണവശാലും ഇത്തരക്കാരെ വളരാൻ അനുവദിക്കരുത്. മറുനാടിൻ്റെ പേര് പറഞ്ഞ് മറുനാടൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത പലരും തട്ടിപ്പുകൾ നടത്താറുണ്ട് എന്ന് ചില റിപ്പോർട്ടുകളെങ്കിലും കിട്ടാറുണ്ട്. ചാത്തന്നൂരിൽ ജയിച്ച BB ഗോപകുമാർ അഭിമുഖത്തിനായി മറുനാടൻ ഓഫീസിലെത്തിയപ്പോൾ പറഞ്ഞത്, മറുനാടനിൽ നിന്നാണ് എന്ന് പറഞ്ഞ് ഒരാൾ വന്ന് 5 ലക്ഷം രൂപ ചോദിച്ചെന്നാണ്. ഏറെ നാളുകൾക്ക് മുമ്പ് അമൃതാനന്ദ മഠത്തിൻ്റെ ഒരു സ്വാമിയെ പരിചയപ്പെട്ടപ്പോഴാണ് അറിയുന്നത് മറുനാടന് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് ആരോ 10 ലക്ഷം രൂപ അവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയെന്ന്. കണ്ണൂരിൽ എനിക്ക് പരിചയമുള്ള ഒരു വൈദികനോട് ലൈംഗികാപവാദ കേസിൽ ഉൾപ്പെട്ട ഒരു വൈദികൻ ബ്ലാക്ക് മെയിലർക്ക് പണം കൊടുക്കാൻ വേണ്ടി കടം ചോദിച്ചപ്പോഴാണ് അറിയുന്നത് മറുനാടിൻ്റെ പേരിലാണ് അത് നടന്നതെന്ന്. മറുനാടിൻ്റെ പേരിൽ പോലും പലരും തട്ടിപ്പ് നടത്തുന്നു. ലോകത്താരോടും ഞങ്ങൾ ഇന്നേ വരെ 1 രൂപ പോലും ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇങ്ങോട്ട് പണം വാഗ്ദാനം ചെയ്യുന്നവരെ ഞങ്ങൾ ഓടിച്ചു വിടാറുണ്ട്. എന്നിട്ടും ഞങ്ങളുടെ പേരിൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തി പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്ര സാധ്യതയാണ് തുറന്നു കിടക്കുന്നത് എന്നോർക്കണം. അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇത് കൈകാര്യം ചെയ്തേ മതിയാവും. ഏതെങ്കിലും ഒരുത്തൻ ഒരു ചാനലിൻ്റെയോ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൻ്റെയോ പേരിൽ ആരോടെങ്കിലും അയാൾ കുറ്റകൃത്യം ചെയ്ത ആളാണെങ്കിൽ പോലും പണം പിടുങ്ങാൻ ശ്രമിച്ചാൽ അവനെ അഴിയണമെന്ന വിധത്തിൽ നിയമം കർശനമാക്കണം.